ഇന്ന് പൂരാടമാണ്. ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇന്ന് എക്സർസൈസിനൊന്നും പോയില്ല. ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടു. ഇതൊന്ന് കുതിർത്തിട്ട് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കണം. മാദേവരെ വെക്കുമ്പോൾ അണിയാൻ വേണ്ടിയാണ്. വലിയൊരു മത്തനും കുമ്പളങ്ങയും കിട്ടിയിട്ടുണ്ട്, കുറച്ച് പച്ചക്കായും കിട്ടിയിട്ടുണ്ട്. ഇത് ഉത്രാടത്തിനും തിരുവോണത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരു ചേന കൂടി എടുക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയുടെ അടുത്ത് കണ്ടൻ നിൽപ്പുണ്ട്. അവന് രാത്രിയൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ എന്നെ കണ്ടപ്പോൾ വേഗം അപ്പുറത്തോട്ട് ഓടിപ്പോയി. അവന് നല്ല വിശന്നിട്ടാണെന്ന് തോന്നുന്നു. വണ്ടിയെല്ലാം നക്കി തുടച്ച് വൃത്തിയാക്കി തരുന്നുണ്ട്. ഇനി ഞാൻ ആ ഇടിയപ്പമൊക്കെ ഒന്ന് പിഴിഞ്ഞ് വേവിച്ചെടുക്കാനുള്ള പുറപ്പാടിലാണ്. പുഴുങ്ങലരിയും പച്ചരിയും ചേർത്ത് പൊടിച്ചു വെച്ച പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റായിരിക്കും, നല്ല സ്മൂത്തായിരിക്കും. ഇതിന് ഞാൻ കടല ഒന്ന് പൊടികളൊക്കെ ചൂടാക്കി വറുത്തരച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രുചിയുള്ള ഒരു കടലക്കറി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായപ്പോൾ ഞാൻ പച്ചരി കൊണ്ട് അരച്ച ആ മാവുമായി മുറ്റത്തേക്ക് നടന്നു. മുറ്റത്തൊക്കെ മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ മാതോരെ വെച്ച് കഴിഞ്ഞാൽ മാതേവർ നനയും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ തന്നെ മാതേവരെ ഇരുത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനിത് അണിയുമ്പോൾ അമ്മയെ ഓർമ്മ വന്നു. അമ്മ ഇങ്ങനെ മുറ്റത്ത് നിറയെ അണിയുമായിരുന്നു. അമ്മയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. ശ്രീ എഴുതി കഴിഞ്ഞ ശേഷമാണ് മാദേവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം അണിയുക. 4 വശത്തും പൂക്കളാണ് മാദേവർക്ക് ഇഷ്ടം. അപ്പം ഞാനത് അണിഞ്ഞ് വൃത്തിയാക്കി മാദേവരെയൊക്കെ ഒരുക്കി വെച്ചു. മാദേവരുടെ മുകളിലും അണിതിട്ടുണ്ട്. പൂക്കൾ നാടൻ പൂക്കൾ കുറവായതുകൊണ്ട് കുറച്ച് മല്ലികപ്പൂ വാങ്ങി തന്നിട്ടുണ്ട്. തിരുവോണത്തോണി കൂടി അണിത ശേഷം ചുറ്റും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ചവിട്ടാൻ വയ്യാത്തത് കൊണ്ട് മാദേവരെ ആദ്യം തന്നെ വെക്കാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മാദേവരെ ഇരിപ്പിടത്തിലോട്ട് ഇരുത്തി. ഒരു നാക്കലിയിലാണ് മാദേവരെ വെച്ചത്. ഒരു പലകയും ഉണ്ടായിരിക്കും. അങ്ങനെ മാദേവരിവിടെ ഇരുന്നു. ഇന്ന് മോരുകറിയാണ് വെക്കാൻ പോകുന്നത്, നല്ലൊരു പയറുപ്പേരിയും. അപ്പോൾ അതിനൊക്കെ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. എൻ്റെ ബോർഡ് എടുത്ത് അതിനൊരു സുന്ദരിയെ വരച്ചു. ഇതും കൊണ്ടിനി മെക്സവൻ എക്സസൈസ് കൂട്ടായ്മ, അവിടെ ഓണാഘോഷ പരിപാടിയാണ്, പൂരാട സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ച് ഞാൻ കാറിൽ അങ്ങോട്ട് പോയി. ബോർഡൊക്കെ അവിടെ ഏൽപ്പിച്ചു സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടി. അപ്പോൾ കുട്ടികളൊക്കെ പൂക്കളം ഒരുക്കുകയാണ്. ഞാൻ മെക്സവൻ എന്നൊക്കെ എഴുതാൻ കൂടി. അത് കഴിഞ്ഞൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് അങ്ങനെ നിന്നു കൊടുത്തു. ഇനി ഇതിൻ്റെ ഉദ്ഘാടനം, സ്വാഗതം, വിവിധ കളികൾ, ഓണസദ്യ എല്ലാം ഇവിടെ നടക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സൗഹാർദ്ദ ഒരു കൂട്ടായ്മയാണ് ഇവിടെ. രാവിലെ തന്നെയുള്ള ഒരു പോസിറ്റീവ് എനർജി. എല്ലാ അംഗങ്ങൾക്കും ഈ സ്കൂളിലെ ബഹുമാനപ്പെട്ട ആദരവോ സ്വാഗതം. പലതരം കളികൾ ഇവിടെയുണ്ട്. ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, നാരങ്ങ സ്പൂണ്, സുന്ദരിക്ക് പൊട്ടുതൊടൽ. മുർഷി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മത്സരാർത്ഥികൾക്ക്. ഞാൻ ആ ഗെയിം ഒന്ന് ഉദ്ഘാടനം ചെയ്തു. സുന്ദരിക്ക് പൊട്ടുതൊടൽ. സുന്ദരിക്കല്ല ഞാൻ പൊട്ടുതൊട്ടത്, സുന്ദരിയുടെ തലമുടിക്കാണ് തൊട്ടത്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കുള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഞാൻ അധികം മത്സരങ്ങൾക്കൊന്നും നിന്നില്ല. എനിക്ക് നിറയെ തിരക്കുകളുള്ളത് കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. മഹാബലിയും ഭാര്യമാരും മക്കളും ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. മഹാബലി അസുര ചക്രവർത്തിയാണല്ലോ. അസുരന്മാർക്ക് പാതാളവും ദേവന്മാർക്ക് ദേവലോകവും മനുഷ്യർക്ക് ഭൂമിയും എന്നാണ് കണക്ക്. അപ്പോൾ നമ്മുടെ മഹാബലി നല്ലൊരു രാജാവായിരുന്നത് കൊണ്ട് തന്നെ 3 ലോകവും കൈയടക്കി കഴിഞ്ഞാൽ
ലോകത്തിനൊരു സമതുലിതാവസ്ഥ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ രാജ്യമായ പാതാളത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടത് എന്നാണ് എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള അറിവ്. ഭാര്യയുണ്ട് വിന്ധ്യാവലി, പിന്നെ ഒരു ഭാര്യ കൂടിയുണ്ട്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. 3 മക്കളാണ് ഞാനിവിടെ മഹാബലിയുടെ അടുത്ത് ഇരുത്തി വെച്ചത്. ഇനി ഉച്ചയ്ക്ക് പോരാട സദ്യ വെച്ച് നേദിക്കണം. ഞാനതൊക്കെ ഉണ്ടാക്കി. പായസം ഉണ്ടാക്കിയില്ല. പായസം ഉത്രാടത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പച്ചവെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ മുളക് പൊടിയും ഉപ്പും ഉള്ളിയും കൂട്ടി അരച്ചൊന്ന് വറുക്കണം. അതൊക്കെ വറുത്തെടുത്തു. പയറുപ്പേരി നല്ല ടേസ്റ്റുള്ള പച്ചപ്പയർ തൊടിയിൽ നിന്ന് കിട്ടിയത്. പച്ച വെണ്ടയ്ക്ക ഒക്കെ റെഡിയാണ്. ഭഗവത്ഗീത വായിക്കണം, വിളക്ക് വെക്കണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരാം.